ഇന്നലെ നാസയുടെ ലൈവും കണ്ടു, അവർ റിലീസ് ചെയ്ത ഇമേജും കണ്ടു, അതിന് തൊട്ടു പിന്നാലെ വന്ന കോൺട്രവേഴ്സിയും കണ്ടു. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഏജൻസി, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്, മാർസ് റെക്കഗ്നൈസർ ഓർബിറ്റർ, ലൂസി, അതായത് ജൂപ്പിറ്റർ ട്രോജൻ ആസ്ട്രോയിഡ്സിനെ നിരീക്ഷിക്കാൻ വേണ്ടി വിട്ട ലൂസി, മാവൻ, ഇതുപോലെയുള്ള പേര് കേട്ട ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ ക്യാപ്ചർ ചെയ്ത ഇമേജ് അത് പിക്സലേറ്റഡ് ആണെന്നാണ് സയൻസ് വേൾഡ് പറയുന്നത്. ഒരു അമച്വർ ആസ്ട്രോണമർ പകർത്തിയ ചിത്രത്തിൻ്റെ ക്ലാരിറ്റിയോ ക്വാളിറ്റിയോ ഡീറ്റെയിലിങ്ങോ ഇല്ലാതെയാണ് അവർ ഈ ചിത്രം പുറത്തുവിട്ടതെന്നാണ് ദ ഹോൾ സയൻസ് വേൾഡ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, വായിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മാർസും ഈ 3A അറ്റ്ലസും തമ്മിലുള്ള ദൂരം 0.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിരുന്ന സമയത്ത്, ഒക്ടോബർ 2 ഒക്ടോബർ 9 ഇടയ്ക്കുള്ളൊരു സമയത്ത് ഇവർ ക്യാപ്ചർ ചെയ്തതാണ് ഇപ്പോൾ പുറത്തുവിട്ട ഈ ഇമേജ് എന്ന് പറയുന്നത്. അതേസമയം ഭൂമിക്കും 3A അറ്റ്ലസിനും ഇടയ്ക്കുള്ള ദൂരം 2.18 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിരുന്ന സമയത്ത് അമച്വർ ആസ്ട്രോണമേഴ്സ് പലരായിട്ട് പകർത്തിയ ചിത്രങ്ങളുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചെറുതായി, തീരെ ക്വാളിറ്റി ഇല്ല, ഡീറ്റെയിലിംഗ് ഇല്ലാത്ത ഒന്നായി മാറി. ഇതിനെപ്പറ്റിയുള്ള ട്രോള് വന്നിരിക്കുന്നത് ലണ്ടൻ്റെ ഫോഗിൽ നിൽക്കുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചിത്രം എന്നാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അവരുടെ ലൈവിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ അവിലോപ് പറഞ്ഞതുപോലെ അവർ യഥാർത്ഥ ഡാറ്റാസ് ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പലർക്കും സംശയം തോന്നിയേക്കാം. മിഷിയോക്കാക്കും ഏകദേശം ഇതിന് സമാനമായ അഭിപ്രായം തന്നെ പറഞ്ഞു. സ്റ്റിഫാൻ ബേൺസ് ഇതുപോലെയുള്ള അഭിപ്രായം തന്നെ പറഞ്ഞു. ഒന്നുകിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതല്ലെങ്കിൽ അവരത് ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് വീണ്ടും ഇതേ കോൺസ്പിറസി തിയറീസിനെ ബൂസ്റ്റ് ചെയ്യാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ആണെന്നൊക്കെ തന്നെയുള്ള തിയറീസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. അവർ ലൈവിൽ എന്തായാലും പറഞ്ഞു ഇതൊരു നാച്ചുറൽ ഒറിജിനായിട്ടുള്ള കോമറ്റാണ്, മറ്റൊരു സോളാർ സിസ്റ്റത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഹോം ഒറിജിൻ ആയിട്ടുള്ള കോമറ്റുകളുടെ അതേ ഫീച്ചേഴ്സ് കാണിക്കണം എന്ന് നിർബന്ധമില്ലാത്തത്. ആൻറ്റി ടെയിൽ പോലെയുള്ള ഫീച്ചേഴ്സ് 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട റോസറ്റ് കോമറ്റുമായിട്ട് സാമ്യമുള്ളതാണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ ലൈവിൽ പറയുന്നുണ്ട്. പക്ഷേ അവർ പുറത്തുവിട്ട ഈ ഇമേജ് എന്ന് പറയുന്നത് വളരെ ലോ ക്വാളിറ്റിയിലുള്ള പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിപ്പോയി. അതുപോലെ തന്നെ അവർ ഒരു ജിയോഫിസിസ്റ്റ് പറഞ്ഞാണ് പ്ലാസ്മ എന്ന് പറയുന്നതിൻ്റെ പ്രസൻസ് ആ കോമയിലെ സംഭവത്തിന് അവർ ടോട്ടലി ഇഗ്നോർ ചെയ്യാണ്. നാസയെ പോലുള്ളൊരു ഏജൻസി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കേൾക്കുന്ന അറിവും കാണുന്ന അറിവും മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് കുറേയും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഷേപ്പിനെ പറ്റി ഒരു മീഡിയ പേഴ്സൺ ചോദിച്ച സമയത്ത് ഷേപ്പിനെ പറ്റി ഡീറ്റെയിൽ പറയാൻ കുറച്ചും കൂടെ സമയം അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അവർ കുറേയൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, കുറേയൊക്കെ ഹൈഡ് ചെയ്യുന്ന